മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ജിയോണ ജെയിംസ് ലോയേഴ്സ് കോൺഗ്രസ് അംഗം എന്ന രേഖ. ഹൈക്കോടതി യൂണിറ്റിലെ 2022 മെമ്പർഷിപ്പ് പട്ടികയിൽ ജിയോണയുടെ പേരുണ്ട്. KSU അധ്യക്ഷന് പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസ് അധ്യക്ഷനും ജിയോണയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഡീൻ കുര്യാക്കോസ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ ഈ രേഖകളും പറയുന്ന കാര്യം. 2022 മുതൽ അംഗമാണ് ലോയേഴ്സ് കോൺഗ്രസിൽ ജിയോണ. ആര്യ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുറഹ്മാനും ഒക്കെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്നത് ഈ ജിയോണ ജെയിംസ് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു ഭാഗമാണോ അല്ലയോ എന്നതാണ്. അവർ നേരത്തെ SFIയുടെ പ്രവർത്തകയായിരുന്നു എന്നതാണ് ഇരുവരുടെയും ആക്ഷേപങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ 2022 ഹൈക്കോടതിയിലെ ഈ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിൽ 415 പേരാണ് മൊത്തത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ 137ാമത്തെ പേരുകാരിയാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡറായി നിയമനം കിട്ടിയിരിക്കുന്ന ജിയോണ ജെയിംസ്. ആ ജിയോണ ജെയിംസിന്റെ പേര് എവിടെ നിന്ന് വന്നു എന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതിയുടെ യൂണിറ്റ് കമ്മിറ്റി നൽകിയതാണ്. ഏറ്റവും അവസാനത്തെ പേരുകാരിയായിട്ടാണ് അവരുടെ പേരുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് എങ്ങനെ നിയമനം കിട്ടിയെന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ പല സംശയങ്ങളും ഉണ്ടാകാമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. കാരണം ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പ്ലീഡർ നിയമനത്തിലുള്ള പരാതി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടുന്ന പട്ടികകളെല്ലാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൈമാറുക, നിങ്ങൾ സ്ക്രൂട്ടനി ചെയ്യുകയോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സെലക്ഷൻ നടപടികളിലേക്കോ പോകേണ്ടതില്ല, ഞങ്ങൾ അക്കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റി നൽകിയ പട്ടികയാണ് കൈമാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പട്ടിക വെച്ചുകൊണ്ടാണ് ജിയോണ ജെയിംസിന്റെ നിയമനത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധിച്ചത്. പക്ഷേ വളരെ ഷാർപ്പായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ജിയോണയുടെ നിയമനത്തിനപ്പുറത്ത് ഈ പ്ലീഡർ നിയമനത്തിലെ അസംതൃപ്തി മുഖ്യമന്ത്രിക്കെതിരെ പ്രകടിപ്പിക്കുകയാണ് അബ്ദുറഹ്മാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും KPCC നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം AICCക്കും KPCCക്കും അടക്കം ലോയേഴ്സ് കോൺഗ്രസ് പരാതി നൽകിക്കഴിഞ്ഞു. എന്തായാലും ജിയോണ ജെയിംസിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖ അലോഷ്യസ് സേവ്യറിന്റെയും അതോടൊപ്പം തന്നെ അബ്ദുറഹ്മാന്റെയും നിലപാടുകളെ തള്ളുന്നത് തന്നെയാണ്. ശരി.